ഹായ് മക്കളെ, ഇന്ത്യയിൽ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. CUT എക്സാമിനേഷൻ എഴുതി നിങ്ങൾ യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? നമുക്കറിയാം, എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരേ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല. ടയർ 1 കാറ്റഗറിയിലും ടയർ 2 കാറ്റഗറിയിലും ടയർ 3 കാറ്റഗറിയിലും വരുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും. പല യൂണിവേഴ്സിറ്റികളും വർഷങ്ങളുടെ പാരമ്പര്യമുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും. ഒരുപാട് വർഷങ്ങളുടെ അക്കാഡമിക് എക്സ്പോഷറും എക്സ്പീരിയൻസും പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും. അതല്ലാതെ പുതുതായിട്ട് വന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നന്നാവേണ്ടതുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും. ഓൾറെഡി അത് ഡെവലപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും. ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറികൾ പരിഗണിച്ചുകൊണ്ടും നാക്കിന്റെ ഗ്രേഡിംഗ്, അക്രഡിറ്റേഷൻ്റെ പോയിന്റ് ഒക്കെ പരിഗണിച്ചുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. CUT എക്സാമിനേഷൻ എഴുതി നമ്മൾ ഏകദേശം 200-ലധികം വരുന്ന, അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ കൂടുന്ന സമയത്ത് 300-ലധികം യൂണിവേഴ്സിറ്റികൾ ഈ വർഷം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നിങ്ങളുടെ ഓപ്ഷനിലേക്ക് വരുമെന്നുള്ളതാണ്. അതിൽ തന്നെ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഒരു പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്ന സമയത്ത് ഏകദേശം 50ഓളം യൂണിവേഴ്സിറ്റികളാണ് നിങ്ങൾക്ക് പ്രൈം സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിട്ട് കണക്കാക്കാൻ വേണ്ടി സാധിക്കുക. അതിൽ തന്നെ നിങ്ങൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ച് ഡിഗ്രി കോഴ്സുകൾക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രയോറിറ്റിയിൽ വരേണ്ട യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്, ഒന്ന് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രയോറിറ്റിയിൽ വരേണ്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ഉണ്ടാവേണ്ടതാണ്. അതുപോലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ദ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടൊക്കെയുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങളുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ഉണ്ടാവേണ്ടതാണ്. ഈ യൂണിവേഴ്സിറ്റികളൊക്കെ നമുക്കൊരു ടയർ 1 കാറ്റഗറി ഉൾപ്പെടുത്താവുന്നതാണ്. അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ബേസിക്കലി UGC ഒന്നും വച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പോഷറും ലഭിക്കുന്ന സ്വഭാവത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഇതിനെ ടയർ 1 കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണെന്നുള്ളതാണ്. ടയർ 2ലേക്കൊക്കെ വരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്, ഗുജറാത്ത്, ഹരിയാന ഒക്കെ തുടങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളാണ്. അതുപോലെ തന്നെ ഡീംഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിനൊക്കെ പോലെയുള്ള യൂണിവേഴ്സിറ്റികളെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി. നിങ്ങളുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് CUT എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ കോഴ്സിന് അപ്ലൈ ചെയ്യണം എന്ന് ആലോചിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കുമല്ലോ. ആ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പ്രയോറിറ്റി, ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ എന്നുള്ള സ്വഭാവത്തിൽ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരു തേർഡ് റേഞ്ചിലേക്കൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ 3 ടയർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ പുതുതായിട്ട് വന്നിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് ഒക്കെ പോലെയുള്ള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ് ഒക്കെ പോലെയുള്ള കുറച്ചുകൂടി ഡെവലപ്മെന്റ് ഉണ്ടാവേണ്ട സ്വഭാവത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അവിടെ നമുക്ക് ലഭിക്കുന്ന അക്കാഡമിക് എക്സ്പോഷർ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. രണ്ട്, അവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്ന് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന സമയത്ത് ഡൈവേഴ്സിറ്റി ഇൻ ദ കരിക്കുലം, അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി ഇൻ ദ കോഴ്സ്, അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി അമംഗ് ദ പീപ്പിൾ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുപോലെ തന്നെ എന്താണ് ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു യൂണിവേഴ്സിറ്റി ഔട്ട്പുട്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സംഗതി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. അതായത് എത്രയാണ് അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾക്ക് പ്ലേസ്മെന്റ് ലഭിക്കുന്നുണ്ടോ, എന്താണ് അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളുടെ ഒക്കെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെടുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾ ഒരു സ്പെസിഫിക് കോഴ്സ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു സ്പെസിഫിക് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാവുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഫോറിൻ ലാംഗ്വേജ് പഠിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊമേഴ്സ് ആണ് താല്പര്യം, BCom പഠിക്കണമെന്നാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെന്റ് സ്റ്റീഫൻസ് കോളേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ഒരു പ്രയോറിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം താല്പര്യമുള്ള ഒരു സബ്ജക്റ്റ് ആണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്
അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്വഭാവത്തിൽ ആ സബ്ജക്റ്റ് ഏറ്റവും മികച്ച രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തിപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്.